കഴിഞ്ഞ 2-3 പതിറ്റാണ്ടുകളിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാധ്യമങ്ങൾ, രാജ്യവിരുദ്ധർ, എതിർ രാഷ്ട്രീയ കക്ഷികൾ ഇതിന് കൂലിക്കാളെ വരെ ഇറക്കി ഇദ്ദേഹത്തെ വേട്ടയാടി, ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ CJP സമരവുമായി ബന്ധപ്പെട്ട ധർമ്മേന്ദ്ര പ്രധാൻ രാജിയിൽ നാളെ തീരുമാനമാകും എന്നുള്ള ചില വാർത്തകളൊക്കെ കേട്ടു. സമരം വിജയിച്ചു എന്ന് പറഞ്ഞ് ആഹ്ലാദിക്കുന്നുണ്ട്. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഇല്ലാതെ പറ്റില്ല എന്നാണ് ഇപ്പം CJPക്കാർ പറയുന്നത്, അവസാന വാക്കായിട്ട് പറയുന്നത് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ മോദി രാജിവെക്കണം. മോദിയും ധർമ്മേന്ദ്ര പ്രധാനും ഒരുപോലെ അല്ലല്ലോ എന്തായാലും. മോദി രാജിവെക്കണം, അല്ലെങ്കിൽ അമിത്ഷാ രാജിവെക്കണം, അല്ലെങ്കിൽ എന്താണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളതാണ്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത, ലോജിക്കുമില്ലാത്ത ആവശ്യങ്ങളാണ് ഇത്തരക്കാർ, ഈ സമര ആഭാസന്മാർ ഉന്നയിക്കുന്നത് എന്ന് വ്യക്തം. ഇത്രയും വേട്ടയാടപ്പെട്ട ഒരു പ്രധാനമന്ത്രി, നമ്മളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വേട്ടയാടപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹത്തിന് ആരാണ് പിന്തുണ കൊടുക്കുന്നത്? അദ്ദേഹത്തിന് ധാർമ്മികമായ പിന്തുണ നൽകിയത് വളരെ വിരലെണ്ണാവുന്ന സംഘടനകളും വ്യക്തികളും മാത്രമാണ്. എന്നിട്ടും അദ്ദേഹം ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സധൈര്യം നിലകൊള്ളുന്നു. ഇന്നലെ അദ്ദേഹത്തിന്റെ വീഡിയോയ്ക്ക് താഴെ, അദ്ദേഹം ഇന്നലെ രാത്രി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന് താഴെ ഫ്രണ്ട് എന്ന് അഭിസംബോധന ചെയ്ത അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട്, ഞാൻ നിങ്ങളുടെ ഫ്രണ്ടല്ല, ഞാൻ നിങ്ങളുടെ ആരുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടത് ജിഹാദി ഹാൻഡിലുകളിൽ നിന്ന് ധാരാളം കമന്റുകളും ഒക്കെ തന്നെ വന്നു. ഈ കമന്റ് ഇടുന്നവർ പോലും പണം വാങ്ങിയാണ് കമന്റ് ഇടുന്നത് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള കമന്റുകളാണ് വരുന്നത്. ഇവിടെ ഡീപ് സ്റ്റേറ്റിന്റെയും അതുപോലെ തന്നെ പല പല രാജ്യവിരുദ്ധ, ഇന്ത്യ വിരുദ്ധ സംഘങ്ങളുടെയും തീവ്രവാദ ശക്തികളുടെയും ഒക്കെ തന്നെ പിന്തുണ ഈ CJP സമരത്തിന് ഉണ്ടായിരുന്നു എന്നത് IB റിപ്പോർട്ടാണ്, നമ്മളാരും പറഞ്ഞതല്ല. അപ്പം അത്തരക്കാർ ഈ മേഖലയിൽ പോലും, അദ്ദേഹം ഒരു വീഡിയോ ഇട്ടതിൽ പോലും അദ്ദേഹത്തെ വേട്ടയാടാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തെ വേട്ടയാടി അദ്ദേഹം വിജയിക്കുന്നതല്ലാതെ ഇവിടെ വേട്ട ചെയ്യുന്നവർ അല്ലെങ്കിൽ വേട്ടക്കാർ ഒന്നും നേടുന്നില്ല. അവർ കുറെ കേസുകൾ, ഇപ്പം പാസ്പോർട്ട് റദ്ദാക്കും എന്നൊക്കെ കേട്ടു ഈ സമരത്തിൽ പങ്കെടുത്തവരുടെ. അത് തെറ്റായ വാർത്തയാണെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ നിരീക്ഷണത്തിലാണ്, നടപടി ഉണ്ടാകും. ഇതിൽ പങ്കെടുത്തവർക്കെതിരെ, ഇതിൽ പ്രസ്താവന നടത്തിയവർക്കെതിരെ, ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകൾ ഇട്ടവർക്കെതിരെ, രാജ്യവിരുദ്ധ പ്രചരിപ്പിച്ചവർക്കെതിരെയൊക്കെ തന്നെ ശക്തമായ നടപടി ഉണ്ടാകും. അത് സംശയമൊന്നുമില്ല, ഇല്ലാത്ത കാര്യമാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. എന്തൊക്കെയായാലും ഇന്ത്യയെ തകർക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ വളഞ്ഞു മൂക്കിൽ പിടിച്ച് രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്ക് ശക്തമായ മറുപടി തന്നെ ഭരണകൂടം നൽകും, ജനങ്ങൾ നൽകും. ഈ കേരളത്തിലെ മാധ്യമങ്ങളുടെയൊക്കെ വാർത്തകൾ കേട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാരും ഇപ്പോൾ ഈ CJP സമരത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് അവർക്കൊപ്പം നിൽക്കുകയാണ് എന്നൊക്കെ തോന്നും. ഇന്ത്യ ഒന്നിച്ചു, അല്ലെങ്കിൽ ഇന്ത്യ ഒത്തുചേർന്നു എന്നൊക്കെയാണ്. വളരെ കുറച്ച് പേർ മാത്രമാണ് വരുന്നത്. പിന്നെ കുറെ പേർ പ്രശസ്തിക്കും അതുപോലെ ഇതിൽ ഈ വീഡിയോയിൽ മുഖം കാണിക്കാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. കുറെ പേർ പണം വാങ്ങി വരുന്നുണ്ട്, കുറെ പേർ കൂലിക്കാരായിട്ട് വരുന്നുണ്ട്, കുറെ പേർ ചുമ്മാ രസത്തിന് വരുന്നുണ്ട്. പക്ഷേ അവർക്കൊക്കെ മനസ്സിലായിക്കോളും ഇതൊന്നും അത്ര രസകരമായ കാര്യമല്ല. ഭാവിയിൽ ഇതൊക്കെ നിങ്ങൾക്ക് വലിയ പ്രതിസന്ധിയാകും എന്നുള്ളത്. രാജ്യത്തിനെതിരെയാണ് നിങ്ങൾ നീങ്ങുന്നത്, രാജ്യത്തിന്റെ ഭരണകൂട സംവിധാനത്തിന് നേരെയാണ്. ജനാധിപത്യ രീതിയിലൂടെ വോട്ട് നേടി ജയിച്ച അല്ലെങ്കിൽ വോട്ട് നേടി അധികാരത്തിൽ എത്തിയ ഒരു ഭരണകൂടത്തിന് നേരെയാണ് നിങ്ങളുടെ ഈ പോർവിളികൾ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും എത്ര വേട്ടയാടപ്പെട്ടാലും, എത്ര ആക്രോശിച്ചാലും, എത്ര ചീത്ത പറഞ്ഞാലും, എത്ര അസഭ്യം പറഞ്ഞാലും നരേന്ദ്രമോദി എന്ന വ്യക്തി ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കും. നരേന്ദ്രമോദി എന്ന വ്യക്തി എന്തിനേയും പുഞ്ചിരിയോടെ നേരിടും. അദ്ദേഹത്തിന് അറിയാം എന്ത് വേണം എന്ന്, ഇനി എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ വ്യക്തമായി അറിയാവുന്ന ആളാണ് നരേന്ദ്രമോദി. ഒപ്പം മറ്റൊരു വാർത്ത കേട്ടു, ഖലിസ്ഥാൻ ഭീകരവാദ ഗ്രൂപ്പുകളൊക്കെ തന്നെ ഇത്തരത്തിൽ ഉള്ള CJP സമരത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് അവർക്ക് ഫണ്ട് ചെയ്യുന്നു എന്നുള്ള വാർത്തകളൊക്കെ ദേശീയ മാധ്യമങ്ങളിൽ കണ്ടു. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഇത് ആർക്ക് വേണ്ടി കളിക്കുന്ന കളിയാണ്? ഇത് ഇന്ത്യയെ തകർക്കാൻ വേണ്ടി നിലകൊള്ളുന്നവരുടെ, അവരുടെ കളിയാണ്. അവർ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി കളിക്കുന്ന കളിയാണ്. അതുകൊണ്ടൊന്നും നരേന്ദ്രമോദിയോ BJP സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ഒന്നും തളരില്ല. എത്ര നാണം കെടുത്തിയാലും, അല്ലെങ്കിൽ എത്ര ചീത്ത വിളിച്ചാലും, എത്ര വേട്ടയാടിയാലും സധൈര്യം നിലകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള കെൽപ്പും ധൈര്യവും ശേഷിയും ഒക്കെ തന്നെ നരേന്ദ്രമോദി എന്ന വ്യക്തിക്കും അദ്ദേഹത്തിന്റെ സർക്കാരിനുമുണ്ട്. അത് വഴിയെ വരും ദിവസങ്ങളിൽ നമുക്കത് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും.